Hello all. Pravida, Jinsi, Anisha, Remya, Sharanya, Aslamia, Anjana, Princy, Murshida, Shabina, Mubina. Okay, Jaya. Okay, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. അതുകൂടാതെ PPS സാമ്പിളിംഗ്, നെക്സ്റ്റ് അനോവ. ഇതാണ് ഇന്നത്തെ എടുക്കാൻ പോകുന്ന ടോപ്പിക് കേട്ടോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്നലെ ആക്ച്വലി നമ്മൾ വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്സ് ആണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് കിടക്കാം. എന്താണ് PPS സാമ്പിളിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ PPS സാമ്പിളിംഗ് എന്താന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് PPS സാമ്പിളിംഗിൽ ആദ്യം എന്താന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. സോ PPS സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അതിന്റെ മീനിങ് പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ്. ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ്, ഇതാണ് ഫുൾ ഫോം. അപ്പോ നമുക്ക് ഇത് എന്താന്ന് വെച്ചാൽ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ സൈസ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഈ മെത്തേഡിൽ ഓരോ യൂണിറ്റും, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം വില്ലേജ്, ഹൗസ് ഹോൾഡ്, കമ്പനി, അവർക്കൊക്കെ എന്താണ് ഓരോ ചാൻസ് ആണ് ആക്ച്വലി സെലക്ട് ചെയ്യാൻ. അതായത് സാമ്പിളിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പൊ ലാർജർ ദ സൈസ് ഓഫ് എ യൂണിറ്റ്, അതായത് സാമ്പിളിന്റെ സൈസ് ഇപ്പൊ ലാർജർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഹയർ പ്രോബബിലിറ്റി ആണ് അത് ചൂസ് ചെയ്യാനും. സോ അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലാർജർ ദ സൈസ് ഓഫ് യൂണിറ്റ് എന്ന് വെച്ചാൽ അതായത് സൈസ് ഇപ്പൊ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചാൻസും എന്താണ് കൂടുതലാണ്, ഹയർ ഇറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് ബീങ് ചൂസർ ആണ്. ആക്ച്വലി ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആകാന്ന് വെച്ചാൽ പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാത്ത സിറ്റുവേഷൻ. അതാണ് ദിസ് ഈസ് യൂസ്ഫുൾ വെൻ ദ പോപ്പുലേഷൻ യൂണിറ്റ് ആർ നോട്ട് ഈക്വൽ ഇൻ സൈസ്. സൈസിൽ കറക്റ്റ് ആയിട്ട് ഈ പോപ്പുലേഷൻ യൂണിറ്റ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് യൂസ്ഫുൾ ആണ്. സോ അതേപോലെ തന്നെ സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിപ്പോൾ എന്താണോ മെഷർ ചെയ്യണേ അത് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു PPS സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആക്ച്വലി PPS സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് ആണ്. ഈ മെത്തേഡിൽ ഓരോ യൂണിറ്റ് ഉണ്ട്, അതായത് വില്ലേജ് ആകാം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആകാം, അല്ലെങ്കിൽ കമ്പനി ആകാം. അവർക്ക് എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ യൂണിറ്റിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഈ വില്ലേജും ഹൗസ് ഹോൾഡും കമ്പനിയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ അവർക്ക് എന്തുണ്ട്, ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. സോ സൈസിന് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവിടെ സെലക്ഷൻ നടത്തുക. സോ ലാർജർ സൈസ് ഓഫ് യൂണിറ്റ്, ഇപ്പൊ സൈസ് വന്നിട്ട് ഇപ്പൊ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹയർ ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റിയും. സോ ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആകുന്നത് വെച്ചാൽ പോപ്പുലേഷൻ യൂണിറ്റ് വന്നിട്ട് ഈക്വൽ ആയിരിക്കാത്ത സിറ്റുവേഷനാണ് യൂസ് ആകുക. സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ നമ്മൾ എന്താണോ മെഷർ ചെയ്യണേ അതിന് റിലേറ്റ് ചെയ്തിരിക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PPS എന്തൊക്കെയാ മനസ്സിലായ? PPS എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് ആണ്. ഈ മെത്തേഡിൽ ഓരോ യൂണിറ്റ് ഉണ്ടാകും, അതിന് ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. ആക്ച്വലി സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. സൈസ് ഓഫ് ലാർജർ ആണ് സൈസ് എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. സോ ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആകുന്നത് വെച്ചാൽ പോപ്പുലേഷൻ യൂണിറ്റ് വന്നിട്ട് ഈക്വൽ അല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇത് യൂസ് ആവുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താന്ന് നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് PPS സാമ്പിളിംഗ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു PPS എന്ന് പറഞ്ഞാല്, അതായത് പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് PPS സാമ്പിളിംഗ്. പ്രോബബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞാല് ബിഗ്ഗർ യൂണിറ്റ് ഹാവ് എ ഹയർ ചാൻസ് ഓഫ് ബീങ് സെലക്ട്. അതായത് വലിയ യൂണിറ്റിന് ആക്ച്വലി ഹയർ ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ. ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആണ് ആക്ച്വലി. ഇനി നെക്സ്റ്റ് യൂസ്ഡ് ഫോർ അൺഈക്വൽ സൈസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ പോപ്പുലേഷൻ യൂണിറ്റ് വന്നിട്ട് സൈസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഹൗസ് ഹോൾഡ്, ഹൗസ് സ്കൂള്, അപ്പോൾ സൈസിനനുസരിച്ച് എന്താണ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ PPS സാമ്പിളിംഗ് പറഞ്ഞാൽ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് ആണ്. അതായത് പ്രൊപ്പോർഷണൽ ടു സൈസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. സോ അതിന്റെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആകുക എന്ന് വെച്ചാൽ അൺഈക്വൽ ആയിട്ടുള്ള സൈസ് യൂണിറ്റിനാണ് ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുക. സോ അതുകൊണ്ടാണ്
യൂസ്ഡ് ഫോർ അൺഈക്വൽ സൈസ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കണേ. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് ആണ് റെഡ്യൂസർ സാമ്പിളിംഗ് ബയസ് ആണ്. സോ അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. റെഡ്യൂസർ സാമ്പിളിംഗ് ബയസ് എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബയസ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ആണ് എറർ എന്ന്. സോ റെഡ്യൂസർ സാമ്പിളിംഗ് ബയസ് എന്ന് വെച്ചാൽ എൻഷുർ നമ്മൾ ലാർജ് യൂണിറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ആർ നോട്ട് അണ്ടർ റെപ്രസെന്റഡ് ഇൻ ദ സാമ്പിളിംഗ്. അപ്പൊ നമ്മൾ നോക്കണം ലാർജ് യൂണിറ്റ് വന്നിട്ട് അണ്ടർ റെപ്രസെന്റ് വെച്ചാൽ അതിനെ നമ്മൾ ആ സാമ്പിളിംഗ് ബയസിലൂടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്ത് അങ്ങനെയുള്ള സാമ്പിളിംഗ് ബയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം. അതാണ് ആർ നോട്ട് അണ്ടർ റെപ്രസെന്റഡ് ഇൻ ദ സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എൻഷുർ ചെയ്തിരിക്കണം അത് അക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അടുത്തതാണ് മോർ റെപ്രസെന്റേറ്റീവ്സ് ആണ്. സോ എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ മോർ അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ആദ്യം മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ ഓഫൺ യൂസ്ഡ് ഇൻ 2 സ്റ്റേജ് സാമ്പിളിംഗ്. ആക്ച്വലി എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ 2 സ്റ്റേജ് സാമ്പിളിങ്ങിനാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോമൺ ഇൻ സർവേയിൽ വന്നിട്ട് കോമൺ ആണ്. ഫസ്റ്റ് ബിഗ് യൂണിറ്റ് ഉണ്ട്, അതായത് ഡിസ്ട്രിക്ട് ഇങ്ങനെയുള്ളതൊക്കെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ PPS യൂസ് ചെയ്തിട്ടാണ്. പിന്നെ സ്മോളർ യൂണിറ്റ് ഉണ്ട്, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ റാൻഡം ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഓഫൺ യൂസിന് 2 സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളത് സർവേയിലാണ്. ഫസ്റ്റ് ബിഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യണത് പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗിലാണ്. സ്മോളർ യൂണിറ്റ് എന്ന് പറയുന്നത് പിക്ക് ചെയ്യുന്നത് റാൻഡം ആയിട്ടാണ് എടുക്കുന്നത്. സോ ബിഗ് യൂണിറ്റിന് എക്സാമ്പിൾ നമ്മുടെ ഡിസ്ട്രിക്ട് കൊടുത്തിരിക്കുന്നത്, സ്മോൾ യൂണിറ്റ് എക്സാമ്പിൾ ഹൗസ് ഹോൾഡ് കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് നീഡ് സൈസ് ഇൻഫർമേഷൻ ബിഫോർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഓരോ യൂണിറ്റിന്റെ സൈസ് അറിഞ്ഞിരിക്കണം ബിഫോർ അപ്ലൈ PPS. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓരോ യൂണിറ്റിന്റെ സൈസ് എത്രയെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതാണ് നീഡ് സൈസ് ഇൻഫർമേഷൻ ബിഫോർ സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കണേ. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് PPS സാമ്പിളിംഗ്? പ്രോബബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സൈസ്. നെക്സ്റ്റ് യൂസ്ഡ് ഫോർ അൺഈക്വൽ സൈസ്ഡ് യൂണിറ്റ്. നെക്സ്റ്റ് റെഡ്യൂസസ് സാമ്പിളിംഗ് ബയസ്. നെക്സ്റ്റ് മോർ റെപ്രസെന്റേറ്റീവ്. നെക്സ്റ്റ് ഓഫൺ യൂസ് ഇൻ 2 സ്റ്റേജ് സാമ്പിളിംഗ്. നെക്സ്റ്റ് നീഡ് സൈസ് ഇൻഫർമേഷൻ ബിഫോർ സാമ്പിളിംഗ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് ആണ്. അപ്പൊ ഈ മെത്തേഡിൽ ഓരോ യൂണിറ്റ്, ഇപ്പൊ വില്ലേജ് ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഓരോ ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ സൈസിനെ ബേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ലാർജർ ആണ് സൈസ് എന്നുണ്ടെങ്കിൽ ഹയർ ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റിയും. സോ ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആകാന്ന് വെച്ചാൽ പോപ്പുലേഷൻ യൂണിറ്റ് വന്നിട്ട് ഈക്വൽ അല്ലാത്ത സിറ്റുവേഷനാണ് ഇത് യൂസ്ഫുൾ ആവുക. സോ അത് ആക്ച്വലി സൈസ് എങ്ങനെയാന്ന് വെച്ചാൽ എന്താണ് മെഷർ ചെയ്യണത് അത് റിലേറ്റ് ചെയ്തിട്ട് വരും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് PPS സാമ്പിളിംഗ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആണ്. ബിഗർ യൂണിറ്റ് ആണെങ്കിൽ ഹയർ ചാൻസ് ആണുള്ളത് സെലക്ട് ചെയ്യാൻ. യൂസ്ഡ് ഫോർ അൺഈക്വൽ സൈസ്ഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് സൈസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇനി സാമ്പിളിംഗ് വൈസ് കുറഞ്ഞായിട്ടുള്ള പോപ്പുലേഷനെ മാക്സിമം സെലക്ട് ചെയ്യുക. ഓക്കെ, അത് അങ്ങനെയുള്ളത് റെപ്രസെന്റ് ചെയ്തിട്ടില്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് മോർ റെപ്രസെന്റേറ്റീവ് എന്ന് വെച്ചാൽ ആക്ച്വലി മോർ അക്യുറേറ്റ് ആയിട്ടുള്ള പിക്ചർ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി 2 സ്റ്റേജ് സാമ്പിളിംഗ് എപ്പോഴാണ് യൂസ് ചെയ്തത്? കോമൺ ആയിട്ടുള്ള സർവേയിലാണ്. ബിഗ് യൂണിറ്റ് എന്ന് എവിടെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ PPS യൂസ്ഡ് ആണ് ചൂസ് ചെയ്യുക. സ്മോളർ യൂണിറ്റ് വന്നിട്ട് റാൻഡം ആയിട്ടാണ് എടുക്കുക. നീഡ് സൈസ് ഇൻഫർമേഷൻ ബിഫോർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, യു ഹാവ് ടു മസ്റ്റ് നോ ദ സൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. PPS സാമ്പിളിംഗ് എന്ന് വെച്ചാൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം എന്താണ് ഇത് അറിഞ്ഞിരിക്കണം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. സോ PPS സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സെലക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഈക്വൽ ഫോർ ഓൾ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ബേസ്ഡ് ഓൺ കളർ. നെക്സ്റ്റ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സൈസ് റാൻഡം. അപ്പൊ എന്താണ് PPS സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ സെലക്ഷൻ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ്, സെലക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്. എന്ന് വെച്ചാൽ സൈസിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക വരിക. ഓക്കെ, ഇനി അടുത്തതാണ് PPS സാമ്പിളിംഗ് വന്നിട്ട് എപ്പോഴാണ് ഇതിപ്പോൾ യൂസ്ഫുൾ ആകാന്ന് വെച്ചാൽ വെൻ യൂണിറ്റ് ഡിഫറൻറ്റ് സൈസ്, അതായത് സൈസിൽ വന്നിട്ട് എന്ത് ചെയ്യുക ഡിഫർ ആയിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. PPS സാമ്പിളിംഗ് ഈസ് യൂസ്ഫുൾ വെൻ all unit are same size, unit different size, randomness is not important, only large units are needed. So നമ്മുടെ ആൻസർ എന്താ, PPS സാമ്പിളിംഗ് എപ്പോഴാണ് യൂസ്ഫുൾ ആകുക, ആക്ച്വലി അതായത് ഇവിടെ യൂണിറ്റ് ഡിഫറൻറ്റ് സൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്താണ്, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് which of the following is required before applying PPS sampling. അപ്പോൾ ഇതിൽ ഏതാണ് റിക്വയർഡ് PPS sampling അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ? നെയിംസ് ഓഫ് ഓൾ യൂണിറ്റ്, ഇൻകം ലെവൽസ് ഓഫ് യൂണിറ്റ്, സൈസ് ഇൻഫർമേഷൻ ഓഫ് ഓൾ യൂണിറ്റ്, ടൈം ഓഫ് ഡാറ്റ കളക്ഷൻ. സോ which of the following is required before applying PPS sampling? PPS sampling അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൽ ഏതാണ് റിക്വയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നെയിംസ് ഓഫ് ഓൾ യൂണിറ്റ്, ഇൻകം ലെവൽസ് ഓഫ് യൂണിറ്റ്, സൈസ് ഇൻഫർമേഷൻ ഓഫ് ഓൾ യൂണിറ്റ്, ടൈം ഓഫ് ഡാറ്റ കളക്ഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്താണ്.
ആക്ച്വലി ഏതാണ് കൂടുതൽ ഇപ്പോൾ PPS സാമ്പിളിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ സൈസ് ഇൻഫർമേഷൻ ഓഫ് ഓൾ യൂണിറ്റ് ആണ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിക്വയർഡ് ബിഫോർ അപ്ലൈയിങ് PPS സാമ്പിളിംഗ്. അപ്പോൾ എന്തായാലും PPS സാമ്പിളിംഗ് പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ്. ഓക്കെ, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സൈസ് സാമ്പിളിങ്ങിനെ ബേസ് ചെയ്തിരിക്കും, സൈസിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ PPS സാമ്പിളിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ PPS സാമ്പിളിംഗ് എന്നിട്ട് എവിടെയാണ് കൂടുതലായി യൂസ് ചെയ്യുക? വെതർ ഫോർകാസ്റ്റിംഗ് ആണോ, 2 സ്റ്റേജ് സാമ്പിളിംഗ് സർവേ ആണോ, ഫാക്ടറി ഡിസൈൻ ആണോ, റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് ആണോ? ആക്ച്വലി എന്താണ് നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ PPS സാമ്പിളിംഗ് എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 2 സ്റ്റേജ് സാമ്പിളിംഗ് സർവേയിലാണ് യൂസ് ചെയ്യുക. അതാണ് PPS സാമ്പിളിംഗ് ഈസ് യൂസ്ഡ് ഇൻ 2 സ്റ്റേജ് സാമ്പിളിംഗ് സർവേ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസേഴ്സ്. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയായിരുന്നു? ഇൻ PPS സാമ്പിളിംഗിൽ സെലക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സൈസ് ആണ്. PPS സാമ്പിളിംഗ് ഈസ് യൂസ്ഫുൾ വെൻ യൂണിറ്റ് ഡിഫറെന്റ് സൈസ് ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിക്വയർഡ് ബിഫോർ അപ്ലൈയിങ് PPS സാമ്പിളിംഗ്? ദാറ്റ് ഈസ് സൈസ് ഇൻഫർമേഷൻ ഓഫ് ഓൾ യൂണിറ്റ് ആണ്. PPS സാമ്പിളിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതലായിട്ട് എവിടെ നമ്മൾ യൂസ് ചെയ്യുക? ആക്ച്വലി 2 സ്റ്റേജ് സാമ്പിളിംഗ് സർവേയിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോ PPS സാമ്പിളിംഗ് ക്ലിയർ ആയോ? ഓക്കെ, പ്രവിത, ജിൻസി, അനീഷ, രമ്യ, ശരണ്യ, സ്ലമിയ, അഞ്ജന, പ്രിൻസി, ഭാഗ്യലക്ഷ്മി, മുർഷിദ, ഷാബിന, മുബീന, സാഫു, സലീം, ഷിഫ്ന, ഷിഫീന, അനീഷ, ജയ, സാൻഡ്ര, ക്ലിയർ ആയോ? വിദ്യ, ഓക്കെ. ഓക്കെ, ഇനിയുള്ള ജസ്റ്റ് നെക്സ്റ്റ് ടോപ്പിക് ഒന്ന് നന്നായി ശ്രദ്ധിക്കണേ. ആക്ച്വലി നമ്മൾ സമ്മാണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം സമ്മ് ചെയ്യുന്ന സമയത്ത് ഒപ്പം തന്നെ എൻ്റെ ഒപ്പം ചെയ്തു വരിക കേട്ടോ. ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ ചെയ്തു വരിക, മനസ്സിലാക്കുക. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. എന്താണ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നമുക്ക് അറിയാവുന്ന കേസ് ആണ്. എന്താണ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് വാല്യൂ ഓഫ് വൺ വേരിയബിൾ ബേസ്ഡ് ഓൺ നോൺ വാല്യൂ ഓഫ് അനദർ റിലേറ്റഡ് വേരിയബിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. അപ്പൊ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്തത്, എന്ന് വെച്ചാൽ പ്രിഡിക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്തത് വാല്യൂ ഓഫ് വൺ വേരിയബിൾ. ആ വൺ വേരിയബിൾ ആണ് എന്ത്? ഡിപെൻഡന്റ് വേരിയബിൾ. ഇനി ബേസ്ഡ് ഓൺ ദ നോൺ വാല്യൂ ഓഫ് അതർ റിലേറ്റഡ് വേരിയബിൾ, അതർ റിലേറ്റഡ് വേരിയബിൾ ആണ് എന്തെന്നുള്ളത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എസ്പെഷ്യലി ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആകുക എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് നമ്മൾ സർവേ സാമ്പിളിങ്ങിന് യൂസ്ഫുൾ ആകും. കാരണം അവിടെ എന്താണ് സ്ട്രോങ് കോറിലേഷൻ ആണ് ഉള്ളത് സ്റ്റഡി വേരിയബിൾസും ഓക്സിലറി വേരിയബിൾസ് എന്ന് വെച്ചാൽ ഈ വേരിയബിൾസ് ഡാറ്റ നമുക്ക് അറിഞ്ഞിരിക്കണം, മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു എസ്റ്റിമേറ്റ് ഹൗസ് ഹോൾഡ് ഇൻകം, ഇപ്പൊ നമുക്കിപ്പോൾ ഹൗസ് ഹോൾഡ് ഇൻകത്തിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഓൾറെഡി നോ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമുക്ക് എന്താണ് ഓൾറെഡി അറിയാം. അപ്പൊ വി ക്യാൻ റിഗ്രഷൻ ഇഫ് ദീസ് 2 വേരിയബിൾസ് ആർ സ്ട്രോങ്ലി. അപ്പൊ ഹൗസ് ഹോൾഡ് ഇൻകം ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറും നമുക്ക് രണ്ടും നല്ല റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വി ക്യാൻ യൂസ് റിഗ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം ഈ 2 വേരിയബിൾസ് സ്ട്രോങ്ലി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിളിന്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ആ ഒരു വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വൺ വേരിയബിൾ എന്ന് വെച്ചാൽ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ബേസ്ഡ് ഓൺ ദ നൗൺ വാല്യൂ ഓഫ് അനദർ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, മനസ്സിലായോ? അപ്പോൾ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഉദ്ദേശിച്ച് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദ നൗൺ വാല്യൂ ഓഫ് അനദർ റിലേറ്റഡ് വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ, ആക്ച്വലി ഇവിടെ കൂടുതലായിട്ട് എവിടെ യൂസ്ഫുൾ ആകാന്ന് വെച്ചാൽ സർവേ ചെയ്യുമല്ലോ ആ സാമ്പിളിങ്ങിലാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? വേറെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോറിലേഷൻ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ഈ വേരിയബിൾസ് തമ്മിൽ, ഈ 2 വേരിയബിൾസും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ആദ്യം ഇൻഫർമേഷൻ അറിയിക്കണം. അതാണ് ഇപ്പോൾ ഓക്സിലറി വേരിയബിൾ അർത്ഥം എന്താണെന്ന് അറിയോ? എന്താണോ നമുക്കിപ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ് നമ്മുടെ വേരിയബിൾസ് ആണ്, ആ വേരിയബിൾസ് തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കണം എന്ന്. അതാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു എസ്റ്റിമേറ്റ് ഇപ്പോൾ ഹൗസ് ഹോൾഡ് ഇൻകത്തിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് എത്രയാണ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് റിഗ്രഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 2 വേരിയബിൾസ് സ്ട്രോങ് ആയിട്ട് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിഗ്രഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി നെക്സ്റ്റ് ആണ് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ യൂസസ് എ റിലേറ്റഡ് വേരിയബിൾ എന്നാണ് എടുത്തിരിക്കുന്നത്. റിലേറ്റഡ് വേരിയബിൾ എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് യൂസസ് ഓക്സിലറി വേരിയബിൾസ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്സിലറി വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻ വേരിയബിൾ വന്നിട്ട് ആക്ച്വലി എസ്റ്റിമേറ്റ് ചെയ്യാൻ, അതാണ് എ നൗൺ റിലേറ്റഡ് വേരിയബിൾ ടു എസ്റ്റിമേറ്റ് ദ മെയിൻ വേരിയബിൾ. അതാണ് യൂസസ് എ റിലേറ്റഡ് വേരിയബിൾ എന്ന് വെച്ചാൽ ഇറ്റ് യൂസസ് ഓക്സിലറി വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അസ്യൂം ദാറ്റ് ദർ ഈസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടായിരിക്കണം. അതൊക്കെ ഏതൊക്കെ തമ്മിലാണ് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ സ്റ്റഡി വേരിയബിളും ഓക്സിലറി വേരിയബിളും തമ്മിൽ എന്താണ് ഒരു സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടായിരിക്കണം. അതാണ് അസ്യൂം ദർ ഈസ് എ ലീനിയർ സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടായിരിക്കണം നമ്മൾ സ്റ്റഡി ചെയ്യണ വേരിയബിളും ഓക്സിലറി വേരിയബിളും തമ്മിൽ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്സിലറി വേരിയബിൾ പറഞ്ഞാൽ ഞാൻ അതിന്റെ മീനിങ് അത് ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഓക്സിലറി വേരിയബിൾ ഉദ്ദേശിക്കുന്നത് നോണും റിലേറ്റഡ് വേരിയബിൾ തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തതാണ് ഇംപ്രൂവ് അക്യുറസി ആണ്. ആക്ച്വലി ബെറ്റർ ആയിട്ട് മോർ അക്യുറേറ്റ് ആയിട്ടും എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ സിമ്പിൾ മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് മോർ ആയിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ എസ്പെഷ്യലി വേരിയബിൾസ് ക്ലോസ്ലി റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ റിഗ്രഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ സാമ്പിളിംഗ് ബയസ് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക സാമ്പിളിംഗ് എറർ ഫുൾ ആയിട്ടും. സോ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ എറർ വന്നിട്ട് റെഡ്യൂസ് ചെയ്യാനാണ് എസ്റ്റിമേറ്റിൽ മേക്കിംഗ്, അതായത് റിസൾട്ട് വന്നിട്ട് ഒന്നും കൂടെ മോർ എന്താക്കുക റിലയബിൾ ആക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഡിപ്പെൻഡൻസ് ഓൺ കോറിലേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കറക്റ്റായി വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്ട്രോങ് കോറിലേഷൻ ആണ് രണ്ട് വേരിയബിൾസ് തമ്മിൽ ഉണ്ടാക്കുക. അതാണ് ഡിപ്പെൻഡൻസ് ഓൺ കോറിലേഷൻ പറഞ്ഞാൽ വർക്ക് വെൽ വെൻ ദർ ഈസ് എ സ്ട്രോങ് കോറിലേഷൻ. ഇപ്പൊ നന്നായി വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രോങ് ആയിരിക്കും. അതാണ് വർക്ക് വെൽ വെൻ ദർ ഈസ് എ സ്ട്രോങ് കോറിലേഷൻ ആയിരിക്കും രണ്ട് വേരിയബിൾസും തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി യൂസ്ഫുൾനെസ് ഇൻ സർവേ എന്ന് വെച്ചാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കോമൺലി യൂസ്ഡ് ഇൻ ഇപ്പൊ എവിടെ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യാന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ സർവേയിലാണ് യൂസ് ചെയ്യുക, അതേപോലെ റിസർച്ച് സ്റ്റഡിയിലാണ് യൂസ് ചെയ്യുക. സോ എക്സ്ട്രാ ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ സർവേയിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുക റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കോമൺലി യൂസ് ഇൻ ലാർജ് സ്കെയിൽ സർവേയിലാണ് യൂസ് ചെയ്യുക. റിസർച്ച് സ്റ്റഡിയിലൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് റിക്വയർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ റിക്വയർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ഇൻവോൾവ്സ് റിഗ്രഷൻ ഇക്വേഷൻസ് ഉണ്ട്, ഫോർമുലയുണ്ട്. അതായത് അൺനോൺ വാല്യൂസിനെ കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇവിടെ എന്തൊക്കെ വേണം, റിഗ്രഷൻ ഇക്വേഷൻ വേണം, ഫോർമുലയും വേണം ഫോർ എസ്റ്റിമേറ്റിംഗ്. എസ്റ്റിമേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ പ്രിഡിക്റ്റിംഗ്. ഓക്കെ, അതായത് അൺനോൺ വാല്യൂവിനെ കുറിച്ച് വന്നിട്ട് പ്രിഡിക്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ വേണം, ഫോർമുല വേണം ടു എസ്റ്റിമേറ്റ് അൺനോൺ വാല്യൂസ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ എന്തൊക്കെയാ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആക്ച്വലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഫീച്ചേഴ്സ് ഓഫ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാ, യൂസസ് എ റിലേറ്റഡ് വേരിയബിൾ, അതേപോലെ നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ലീനിയർ റിലേഷൻഷിപ്പ്, ഇംപ്രൂവ് അക്യുറസി, റെഡ്യൂസിങ് സാമ്പിളിംഗ് എറർ, ഡിപ്പെൻഡൻസ് ഓൺ കോറിലേഷൻ, യൂസ്ഫുൾ ഇൻ സർവേ, റെഡ്യൂസസ് റിക്വയർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. എന്തിനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വാല്യൂ, ഒരു വൺ വേരിയബിളിലെ വാല്യൂടെ എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. ആ വൺ വേരിയബിളിലെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ബേസ്ഡ് ഓൺ നൗൺ വാല്യൂ ഓഫ് അനദർ റിലേറ്റഡ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സോ ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ആക്ച്വലി കൂടുതലായിട്ട് എവിടെ യൂസ്ഫുൾ ആകുന്ന വെച്ചാൽ സർവേ സാമ്പിളിംഗിലാണ്. സ്ട്രോങ് കോറിലേഷൻ വന്നിട്ട് ആദ്യം ഉണ്ടായിരിക്കണം, സ്ട്രോങ് റിലേഷൻ ആദ്യം ഉണ്ടായിരിക്കണം സ്റ്റഡി വേരിയബിളും ഓക്സിലറി വേരിയബിളും തമ്മിൽ. ഓക്കെ, സോ ഈ റിലേറ്റഡ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഡാറ്റ നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിപ്പോൾ ഹൗസ് ഹോൾഡ് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ആയിരിക്കണം, രണ്ട് തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കണം ഉണ്ടാവാതെ. അപ്പൊ നമുക്ക് ഈ റിഗ്രഷൻ വന്നിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ. ഓക്കെ, നമുക്ക് ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഉദ്ദേശിക്കുന്നതിന്റെ പ്രോബ്ലം, അതിന്റെ ഫോർമുല വെൻ യൂസിങ് ആൻ ഓക്സിലറി വേരിയബിൾ. അപ്പൊ നമ്മളിപ്പോ ഓക്സിലറി വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഓക്സിലറി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു റിലേറ്റഡ് വേരിയബിൾ നോൺ വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സിലറി വേരിയബിളിന്റെ മീനിങ് നോൺ വരെ അറിയുന്നതും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിളും. അപ്പൊ അറിയുന്ന വേരിയബിൾ അതിന് റിലേറ്റഡ് വേരിയബിൾ നോണും റിലേറ്റഡ് വേരിയബിൾ ആണ്. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനിൽ ഇപ്പൊ നമ്മളിപ്പോ വെൻ യൂസിങ് ആൻ ഓക്സിലറി വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് എന്താണ് എക്സ് ബാർ ആണ്. ഇപ്പൊ എക്സ് ബാർ വന്നിട്ട് അവിടെ അറിഞ്ഞിട്ടുണ്ട്. സോ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പുലേഷൻ മീൻ വന്നിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതാണ് വെൻ യൂസിങ് ആൻ ഓക്സിലറി വേരിയബിൾ എക്സ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്,
ആക്ച്വലി അപ്പോൾ വെൻ യൂസിങ് ആൻ ഓക്സിലറി വേരിയബിൾ നമ്മൾ പോപ്പുലേഷൻ മീൻ ഇപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്ന അറിയുന്നതാണ്. സോ എന്തിനാ ഇത് യൂസ് ചെയ്യണേ പറഞ്ഞാൽ പോപ്പുലേഷൻ മീനിനെ കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. അത് വെൻ യൂസിങ് ആൻ ഓക്സിലറി വേരിയബിൾ ഉപയോഗിക്കും. എന്താ ഓക്സിലറി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാക്കണം, ഓക്സിലറി വേരിയബിളിന്റെ മീനിങ് ആണ് അവിടെ ഒരു നോൺ വേരിയബിൾ ഉണ്ടാകും, അതിന് റിലേറ്റഡ് വേരിയബിൾസും ഉണ്ടാകും. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യാം. സോ ഓക്സിലറി വേരിയബിൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എന്ത് പറഞ്ഞു, നോൺ വേരിയബിൾ റിലേറ്റഡ് വേരിയബിൾ ഉണ്ടാകുന്നു. നോൺ വേരിയബിൾ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ മീൻ എക്സ് ബാർ അവിടെ നോൺ ആയിരിക്കും. സോ ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യേണ്ട, പോപ്പുലേഷൻ മീൻ വന്നിട്ട് പോപ്പുലേഷൻ മീൻ ഓഫ് വൈ വന്നിട്ട് അറിയാനാണ്. സോ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ഇവിടെ ആക്ച്വലി എന്താണ് ഫോർമുല പറയുമ്പോൾ വൈ റിഗ്രഷൻ ഈക്വൽ ടു വൈ ബാർ പ്ലസ് ബി ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ബാർ. ഓക്കെ, സോ എന്തായിരുന്നു, വൈ റിഗ്രഷൻ ഈസ് ഈക്വൽ ടു വൈ ബാർ പ്ലസ് ബി ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ബാർ. നമുക്ക് നോക്കിയാൽ വൈ റിഗ്രഷൻ എന്ന് വെച്ചാൽ ഇതിന് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ മീൻ ഓഫ് വൈ ആണ്. അടുത്തത് വൈ ബാർ എന്ന് വെച്ചാൽ സാമ്പിൾ മീൻ ഓഫ് വൈ ആണ്. നെക്സ്റ്റ് എക്സ് ബാർ എന്ന് വെച്ചാൽ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്മോൾ എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ മീൻ ഓഫ് എക്സ് ആണ്. ഇനി അതായത് ലാർജ് എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പോപ്പുലേഷൻ മീൻ ഓഫ് എക്സ് ആണ്, നോൺ ആണ്. ഓക്കെ, സോ എന്താണ് ഇതിന്റെ ഫോർമുല, ബി ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബി ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. സോ ഇതാണ് എന്താ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ റെപ്രസെന്റ് ചെയ്യണേ, എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ മീൻ ഓഫ് വൈ ആണ്. നെക്സ്റ്റ് വൈ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സാമ്പിൾ മീൻ ഓഫ് വൈ ആണ്. എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സാമ്പിൾ മീൻ ഓഫ് എക്സ് ആണ്. ഇനി എന്താണ് ഈ എക്സ് ബാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, പോപ്പുലേഷൻ മീൻ ഓഫ് എക്സ് ആണ്. ഈ ബി കാണാനുള്ള ഫോർമുല എന്താണ്, അതായത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത് ഇക്വേഷൻ പറയുന്നത്. അപ്പൊ ബി കാണാനുള്ള ഫോർമുല എന്താണ്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അത് ഓക്കെ, ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈ റിഗ്രഷൻ പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ മീൻ ഓഫ് വൈ ആണ്. വൈ ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ ഓഫ് വൈ ആണ്. എക്സ് ബാർ പറഞ്ഞാൽ സാമ്പിൾ മീൻ ഓഫ് എക്സ് ആണ്. സോ ഇവിടെ എക്സ് ബാർ ഉദ്ദേശിച്ച് പോപ്പുലേഷൻ മീൻ ഓഫ് എക്സ് ആണ്. അപ്പൊ ബി കാണാനുള്ള ഫോർമുല സിഗ്മ ബി ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന തിയറിയും അതിന്റെ ഇക്വേഷൻസ് ആണ്. നമുക്ക് ഇതിന് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കുറെ പേര് ലൈവ് ക്ലാസ് തുടങ്ങിയെന്ന് വെച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, സോ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കും കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഗിവൺ എ സാമ്പിൾ ഓഫ് 5 വില്ലേജസ്. ദ സാമ്പിൾ ഡാറ്റ ഈസ്. ഇപ്പൊ നമുക്ക് ആക്ച്വലി ഇപ്പൊ എന്തൊക്കെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു സാമ്പിൾ വന്നിട്ട് 5 വില്ലേജസ് വന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സാമ്പിൾ ഡാറ്റ വന്നിട്ട് എങ്ങനെയാണെന്നോ ചോദിച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ വില്ലേജിൽ 1 2 3 4 5 തന്നിട്ടുണ്ട്. ഏരിയ ഇൻ ഏക്കേഴ്സിൽ ആക്ച്വലി എങ്ങനെയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ 4 6 8 10 12 വന്നിട്ടുണ്ട്.
ഇനി വൈയിൽ അക്വേഷൻ എങ്ങനെ തന്നിരിക്കുന്നത് വെച്ചാൽ വെയിറ്റ് പ്രൊഡക്ഷൻ ടൺസ് 10, 15, 20, 24, 30 അത് തന്നിട്ടുണ്ട്. സോ പോപ്പുലേഷൻ മീൻ ഓഫ് എക്സ് ഏരിയ ആക്ച്വലി ഇവിടെ എങ്ങനെ നമ്മൾ കാണുന്നത് വെച്ചാൽ എക്സ് ബാർ ആണ്. സോ എക്സ് ബാർ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്തെന്നറിയാം, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലാണ് തന്നിരിക്കുന്നത് പോപ്പുലേഷൻ മീന് എക്സ് ബാർ വലുതും ചെറുതും ഉണ്ടല്ലോ. സോ ആ എക്സ് ബാർ 9 ആണ്. സോ നമ്മൾ റിഗ്രഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം പോപ്പുലേഷൻ മീൻ ഓഫ് വൈ വന്നിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് 5 വില്ലേജസ് ആണ്. ഇവിടുത്തെ സാമ്പിൾ ഡാറ്റ എന്ന് പറയുന്നത് വില്ലേജ് 1, 2, 3, 4, 5 തന്നിട്ടുണ്ട്. ഏരിയ ഇൻ ഏക്കേഴ്സ് എന്തൊക്കെ തന്നിരിക്കുന്നത് വെച്ചാൽ 4, 6, 8, 10, 12 ആണ്. ഇനി വീറ്റ് പ്രൊഡക്ഷൻ ഇൻ ടൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ 10, 15, 20, 24, 30 ആണ് തന്നിട്ടുള്ളത്. സോ പോപ്പുലേഷൻ മീൻ ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ മീൻ ഓഫ് എക്സ് ഈസ് എക്സ് ബാർ ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 9 ആണ്. റിഗ്രഷൻ മെത്തേഡ് യൂസ് ചെയ്തിരിക്കണം ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ മീൻ ഓഫ് വൈ. പോപ്പുലേഷൻ മീൻ ഓഫ് വൈൻ്റെത് എസ്റ്റിമേറ്റ് ചെയ്യാൻ റിഗ്രഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കണേ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക സാമ്പിൾ മീൻ പറഞ്ഞാൽ അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് അറിയുന്ന കാര്യം നമ്മൾ ഒരുപാട് പഠിച്ചതാണത്. എക്സ് ബാർ കാണാനുള്ള ഫോർമുലയാണ് സിഗ്മ എക്സ് ബൈ എൻ. വൈ ബാർ കാണാനുള്ള ഫോർമുലയാണ് സിഗ്മ വൈ ബൈ എൻ. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് പറഞ്ഞാൽ എക്സിന്റെ ടോട്ടൽ ബൈ എൻ പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. വൈ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ബൈ എന്ന് വെച്ചാൽ വൈ ടോട്ടൽ ചെയ്യുക, അതാണ് സിഗ്മ വൈ എന്ന് ഉദ്ദേശിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യുക സാമ്പിൾ മീൻ എന്നുള്ളത്. ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? 4 + 6 + 8 + 10 + 12 / 5. മൊത്തം എത്ര തന്നിരിക്കുന്നത്? 5 അല്ല, 1, 2, 3, 4, 5. അപ്പൊ 6 + 4 10, 10 + 8 18, + 10 28, + 12 40. അപ്പൊ 40/5 ആണ് എന്ത്? 8. അടുത്താണ് വൈ ബാർ എന്ന് വെച്ചാൽ 10 + 15 25, 45, 45, 55, 65, 69, പിന്നെന്താ 79, 89, 99. അപ്പൊ എന്താ മനസ്സിലാക്കണം? 99/5 എന്ന് പറയുമ്പോൾ 90.8. അപ്പൊ നമ്മൾ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? സാമ്പിൾ മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എന്നും ചെയ്തു, വൈ ബാർ ഈക്വൽ ടു സിഗ്മ വൈ ബൈ എന്നും ചെയ്തു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പ് 2 റിഗ്രഷൻ കോയിഫിഷ്യന്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട റിഗ്രഷൻ കോയിഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ബി ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. എന്താണ് റിഗ്രഷൻ ഇക്വേഷന്റെ ഫോർമുല? ബി ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കേസാണ് എക്സ് എന്ന് പറയുന്നത് 4, 6, 8, 10, 12 ആണോ? അതെ. ഇനി അടുത്ത് വൈ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 10, 15, 20, 24, 30. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫോർമുല ചെയ്യണം. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? പറയാം, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സും വൈ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് എക്സ് ബാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കേസാണ്. നമുക്ക് ഓൾറെഡി എന്തെന്നറിയാം? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയും. നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് ആദ്യം നിങ്ങൾ നോക്കുക. എക്സ് ബാർ എത്ര കിട്ടിയിട്ടുണ്ട്? 8, വൈ ബാർ 19.8. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എക്സ് ബാർ എത്രയാണ്? 8, വൈ ബാർ എത്രയാണ്? സിഗ്മ വൈ ബൈ 8 19.8. ഇത് എക്സ് ബാറും വൈ ബാറിന്റെ ആൻസർ ആണ്. ഇനി നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്താ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ പറയുമ്പോൾ 4 മൈനസ് 8 എത്രയാണ്? -4. 6 മൈനസ് 8 -2. 8 മൈനസ് 8 0. 10 മൈനസ് 8 2. 12 മൈനസ് 8 4. ശരിയാ? ഇനി വൈ മൈനസ് വൈ ബാർ പറയുമ്പോൾ 90.8 ആണ്. അപ്പൊ 10 മൈനസ് 90.8 എന്ന് പറയുമ്പോൾ എത്രയായി? അപ്പോൾ എത്രയായി? -9.8. ഇനി അതേപോലെ 50 മൈനസ് 19.8 പറയും -4.8. 20 മൈനസ് 90.8 0.2. 24 മൈനസ് 90.8 4.2. 30 മൈനസ് 90.8 10.2. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് വന്നിട്ട് ഇപ്പൊ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇപ്പൊ നമ്മുടെ എക്സ് മൈനസ് എക്സ് ബാർ ഉണ്ട്, വൈ മൈനസ് വൈ ബാർ. അപ്പൊ 4 ഇൻറ്റു 9 -4 ഇൻറ്റു -9.8 39.2. -2 ഇൻറ്റു -4.8 9.6. 0 ഇൻറ്റു 0.2 0. 2 ഇൻറ്റു 4.2 8.4. 4 ഇൻറ്റു 10.2 40.8. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ കിട്ടി അല്ലെ? അപ്പൊ നിങ്ങൾ ഉടനെ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് കിട്ടി. ഇനി അടുത്ത് എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമുക്ക് വേണം. ഓക്കെ, അത് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പറയുമ്പോൾ ഇതിന്റെ ആൻസർ 4 ന്റെ സ്ക്വയർ 16, 2 ന്റെ സ്ക്വയർ 4, അതേപോലെ 0 ന്റെ സ്ക്വയർ 0, 2 ന്റെ സ്ക്വയർ 4, 4 ന്റെ സ്ക്വയർ 16. അപ്പൊ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാം? 16 + 4 + 4
പ്ലസ് 16. അപ്പൊ എങ്ങനെ നമുക്ക് കിട്ടുക? 40 കിട്ടും. 16 പ്ലസ് 4 20, 20 പ്ലസ് 4 24, 24 പ്ലസ് 16 40. അപ്പൊ ബി എന്ന് കിട്ടുമ്പോൾ എന്താ നമുക്ക് നോക്കുക. ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി ഇതിന്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പറയുമ്പോൾ നമുക്ക് 40 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിന്റെ ഫോർമുല, നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്താണ് നമുക്ക് നോക്കാം. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് ഫൈവ് ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വൈ മൈനസ് വൈ ബാർ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എന്താ നോക്കണ്ടേ? എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. മനസ്സിലായോ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പൊ സിഗ്മ പറയുമ്പോൾ ടോട്ടൽ അല്ലേ? അപ്പൊ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ പറയുമ്പോൾ ടോട്ടൽ ചെയ്യുക. 39.2 പ്ലസ് 9.6 പ്ലസ് 0 പ്ലസ് 8.4 പ്ലസ് 40.8. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 98 കിട്ടും. അതാണ് ഈ 98. നെക്സ്റ്റ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 പ്ലസ് 4 20, 20 പ്ലസ് 4 24, 24 പ്ലസ് 6 16 40. അപ്പൊ എത്ര കിട്ടും? 98/40 ആണ് എന്ത്? 2.45. മനസ്സിലായോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് റിഗ്രഷൻ എസ്റ്റിമേറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 24.5. ഇനി റിഗ്രഷൻ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഫോർമുല ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വൈ റിഗ്രഷൻ ഈക്വൽ ടു വൈ ബാർ പ്ലസ് ബി ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ബാർ. അപ്പൊ വൈ ബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 90.8 ആണ്. വൈ ബാർ ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ ആണല്ലോ. പ്ലസ് ബി പറയുമ്പോൾ ഇവിടെ കിട്ടി 24 അതായത് 2.45 ഇൻറ്റു എക്സ് ബാർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? എക്സ് ബാർ വലുത് 9 തന്നിട്ടുണ്ട്. ചെറുത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ചെയ്തപ്പോൾ 8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 90.8 പ്ലസ് 24.5 9 മൈനസ് 8 എത്രയാണ്? 1. 24.5 ഇൻറ്റു 1 എത്രയാണ്? 2.45 ഇൻറ്റു 9 മൈനസ് 8 എത്ര? 2.45 ഇൻറ്റു 9 പറയുന്നത് 2.45. അപ്പോൾ 90.8 പ്ലസ് 2.45 ആണ് നമുക്ക് എത്ര കിട്ടിയത്? 22.25 നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ മീൻ ഓഫ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 22.25 നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ മീൻ ഓഫ് വൈ എന്ന് പറയുന്നത് 22.25. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഇക്വേഷൻ? വൈ റിഗ്രഷൻ ഈസ് ഈക്വൽ ടു വൈ ബാർ പ്ലസ് ബി ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ബാർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി എളുപ്പമാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം എക്സ് ബാർ കാണാം, വൈ ബാർ കാണാം, അതിനുശേഷം നമ്മുടെ ബി, അതായത് ബി ഉദ്ദേശിക്കുന്ന റിഗ്രഷൻ കോഎഫിഷ്യന്റ് കാണാം. അതിന്റെ ഫോർമുലയാണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? എക്സും വൈയും പിന്നെ എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറും നമ്മൾ ചെയ്യുക. എന്നിട്ട് പ്രോഡക്റ്റ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് ബി എന്നുള്ളതിലോട്ട് എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എന്തായിരുന്നു? ആക്ച്വലി എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. സോ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം? നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടതുള്ളൂ. അതായത് റിഗ്രഷൻ എസ്റ്റിമേറ്റിന്റെ ഫോർമുല യൂസ് ചെയ്യുക. വൈ റിഗ്രഷൻ ഈക്വൽ ടു വൈ ബാർ പ്ലസ് ബി ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ബാർ. ഓക്കെ, ഇതാണ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഭാഗ്യ, അനീഷ, സാൻഡ്ര, അഞ്ജന,
ഓക്കെ, ക്ലിയർ ആയോ? അസ്ലമിയ, ശരണ്യ, പ്രവിത, അഞ്ജന. ഓക്കെ ഓക്കെ പ്രിൻസി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അനോവ കേട്ടോ. അനോവയുടെ ഫുൾ ഫോം ആണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അനാലിസിസ് ഓഫ് വേരിയൻസ് ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്. ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാനാണ്. മീൻസ് ഓഫ് 3 or more ഗ്രൂപ്പ്സ് ഉണ്ടാകും. അതിൽ എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യാനാണ് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ. അത് ഇറ്റ് ഹെൽപ്സ് ഇൻ ആക്ച്വലി ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എബൌട്ട് പോപ്പുലേഷനെ കുറിച്ച് അതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ് ഹൈപ്പോത്തീസിസ് എബൌട്ട് പോപ്പുലേഷൻ മീൻ ബേസ്ഡ് ഓൺ സാമ്പിൾ ഡാറ്റ. അപ്പോൾ എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹൈപ്പോത്തീസിസ് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പുലേഷൻ മീൻ ബേസ്ഡ് ഓൺ സാമ്പിൾ ഡാറ്റ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു അനോവ എന്ന് വെച്ചാൽ? അനോവ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്. സോ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്ത് കമ്പയർ ചെയ്യാനെന്ന് വെച്ചാൽ മീൻസ് ഓഫ് 3 or more ഗ്രൂപ്പ്സ്, അതായത് 3 or more ഗ്രൂപ്പ്സിന്റെ മീൻസ് വന്നിട്ട് കമ്പയർ ചെയ്യാനാണ്. ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യാനാണ് ഇഫ് ദർ ആർ എനി സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ആദ്യം ഡിറ്റർമൈൻ ചെയ്യാനാണ്. സോ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അനോവയിലൂടെ നമുക്ക് ഹൈപ്പോത്തീസിസ് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും എബൌട്ട് പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ സാമ്പിൾ ഡാറ്റ. ഓക്കെ, സാമ്പിൾ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് ടെസ്റ്റ് ചെയ്യുക ഹൈപ്പോത്തീസിസ്. പോപ്പുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പിൾ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അനോവന്റെ ഫുൾ ഫോം എന്താ? അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അനാലിസിസ് ഓഫ് വേരിയൻസ് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്. ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 or more ഗ്രൂപ്പ്സിന്റെ മീൻ വന്നിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിലൂടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ഇഫ് ദർ ആർ എനി എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇവിടുത്തെ പോപ്പുലേഷൻ പറയുന്നത് സാമ്പിൾ ഡാറ്റാനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അനോവയുടെ മീനിങ് എന്ന് നോക്കാം. അനോവയിലൂടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അസസിന്റെ മീനിങ് എന്താണെന്ന് അറിയാം? അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എവാലുവേറ്റ് ചെയ്യുക. സോ അനോവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ സാധിക്കും വെദർ ഒബ്സർവ് ഡിഫറൻസ്, എന്തെങ്കിലും വന്നിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? എനിക്കിപ്പം മുർഷി ക്ലാസ് കട്ടായിട്ടുണ്ടോന്ന് വെച്ചിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? ഒന്ന് പെട്ടെന്ന് റിപ്ലൈ ഇടൂ. ജയ, പ്രിൻസി, അസ്ലമിയ, ശരണ്യ, പ്രവിത, അഞ്ജന, ഭാഗ്യലക്ഷ്മി, അനീഷ, സാൻഡ്ര, അസ്ലമിയ. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഒന്ന് ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് അനോവ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അനാലിസിസ് ഓഫ് വേരിയൻസിലൂടെ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. അസസ് ചെയ്യാന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഒബ്സർവ് ഡിഫറൻസ്, അതായത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഹൈസ്കോറിൽ പഠിച്ച പോലെ ഒ എന്ന് പറഞ്ഞ ഒബ്സർവ് ഡിഫറൻസ് ആണ്, ഇ എന്ന് പറഞ്ഞ എക്സ്പെക്റ്റഡ് ആണ് അല്ലെ. സോ അപ്പൊ അതാ ഉദ്ദേശിക്കുന്ന ഒബ്സർവ് ഡിഫറൻസ് എന്തെങ്കിലും സാമ്പിൾ മീൻസിൽ ഉണ്ടോ. സോ അതേപോലെ തന്നെ ട്രൂ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ അത് നോക്കണം. സോ എന്താണ് ആക്ച്വലി അനോവയിലൂടെ വേരിയൻസ് അനലൈസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യണം. ഏതൊക്കെ എവിടെയുള്ള വേരിയൻസ് ആണ്? ഗ്രൂപ്പ്സിന്റെ ഉള്ളിലും ഗ്രൂപ്പ്സിലും, വിത്തിൻ ഗ്രൂപ്പ്സും ബിറ്റ്വീൻ ഗ്രൂപ്പ്സും, ഗ്രൂപ്പ്സ് തമ്മിലും ഗ്രൂപ്പ്സിന്റെ ഉള്ളിലും. അപ്പൊ എന്തായിരുന്നു അനോവ? അനോവ എന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്. ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ഓഫ് 3 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഗ്രൂപ്പ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിലൂടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സാമ്പിൾ ഡാറ്റയുടെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അനോവയിലൂടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഒബ്സർവ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ സാമ്പിൾ മീനില് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എന്ത് ഡിഫറൻസ് ഉണ്ടോന്ന് വെച്ചാൽ ആക്ച്വലി ഇതിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പ്സ് വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ്, ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് അനോവ എന്ന് നോക്കാം. ഓക്കെ,
അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത് കീ ഫീച്ചേഴ്സ് ഓഫ് അനോവയിൽ ഫസ്റ്റ് കമ്പയർ മൾട്ടിപ്പിൾ മീൻസ്. അതായത് മൾട്ടിപ്പിൾ മീൻ എന്ന് വെച്ചാൽ രണ്ട് മീൻ കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കമ്പയർ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ അൺലൈക്ക് ടി ടെസ്റ്റിനെ പോലെയല്ല വിച്ച് കമ്പയർ രണ്ട് മെയിൻ വന്നിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അനോവ 3 or more ഗ്രൂപ്പ്സ് വന്നിട്ട് അറ്റ് എ ടൈമിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ അടുത്താണ് ബേസ്ഡ് ഓൺ വേരിയൻസ് എന്ന് വെച്ചാൽ അനോവ വേരിയൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അനോവ കമ്പയർ ദ വേരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് തമ്മിലുള്ള വേരിയൻസ് കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ടു ദ വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനോവ വേരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പും കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനോവ വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പും കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ബിറ്റ്വീൻ ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ വിത്തിൻ ഗ്രൂപ്പ്സും ഉണ്ട്. മനസ്സിലായോ? ഇനി എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് എഫ് റേഷ്യോ ആണ് യൂസ് ചെയ്യുക, സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ എഫ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് എഫ് ഇക്വൾ ടു എങ്ങനെയാന്ന് വെച്ചാൽ വേരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സും ഉണ്ട് ബൈ വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പ്സും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്തതാണ് നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് H0 എന്നുള്ളത്. ഇവിടെ എന്താ അസ്യൂം ചെയ്യണേ പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലെ മീൻസും ഈക്വൽ ആണ്, അവിടെ ഒരു ഡിഫറൻസും ഇല്ലാതാണ് അസ്യൂം ചെയ്യണത്. അതാണ് H0. ഇനി അടുത്ത ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? H1. അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പിലെ മീൻ ആണെങ്കിലും എന്താണ്? ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഫീച്ചേഴ്സ് ഓഫ് അനോവ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് അനോവ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കമ്പയർ മൾട്ടിപ്പിൾ മീൻ കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അൺലൈക്ക് ടി ടെസ്റ്റിനെ പോലെയല്ല. വിച്ച് കമ്പയർ, അവിടെ എന്തൊക്കെ കമ്പയർ ചെയ്യുന്നത്? 2 മീൻ ഉണ്ട്, അനോവ വന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 3 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഗ്രൂപ്പ്സ് എന്തെയ്യുന്നുണ്ട്? അറ്റ് എ ടൈമിൽ വന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബേസ്ഡ് ഓൺ വേരിയൻസ് എന്ന് വെച്ചാൽ അനോവ ആക്ച്വലി ഇവിടെ കമ്പയർ ചെയ്യുന്നത് വേരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സും ഉണ്ട്, വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പ്സും ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? അതായത് എഫ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. സോ ആ എഫ് കാണാനുള്ള ഫോർമുലയാണ് വേരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ബൈ വേരിയൻസ് വിത്തിൻ ഗ്രൂപ്പ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നൾ ഹൈപ്പോത്തീസിസ് ഉദ്ദേശിക്കുന്നത് H0 ആണ്. ഇവിടെ എന്താ അസ്യൂം ചെയ്യണേ പറഞ്ഞാൽ ഓൾ ഗ്രൂപ്പ് മീൻസ് ആർ ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. അവിടെ എന്തില്ല? നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ആക്ച്വലി ഇല്ല. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് എന്താ ഉദ്ദേശിക്കണേ? അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് ആണെങ്കിലും ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് വൺ ഗ്രൂപ്പ് മീൻസ് ഈ ഡിഫറെന്റ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ആണെങ്കിലാണ് ഉണ്ടാകുന്നതാണ്. അപ്പൊ നൾ ഹൈപ്പോത്തീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് H0. അവിടെ അസ്യൂം ചെയ്യുന്നത് എല്ലാ ഗ്രൂപ്പിനും ഈക്വൽ ആണ്, ഒരു ഡിഫറൻസും ഇല്ല എന്നാണ്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് ആണ് അറ്റ്ലീസ്റ്റ് വൺ ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ്? ഡിഫറെന്റ് ആയിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് അനോവ നോക്കാം. 1 വേ അനോവ എന്ന് പറഞ്ഞാൽ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. 2 വേ അനോവ എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിന്റെ ഇന്ററാക്ഷനും ആണ്. അതേപോലെ അനോവ എന്ന് വെച്ചാൽ മൾട്ടി വേരിയേറ്റ് വേർഷൻ ആണ്, മൾട്ടി ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് അനോവ? 1 വേ അനോവ, 2 വേ അനോവ, അനോവ. അപ്പം മൾട്ടി വേരിയേറ്റ് അനോവ. ഓക്കെ, 1 വേ അനോവ എന്ന് വെച്ചാൽ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് 2 വേ അനോവ എന്ന് പറഞ്ഞാൽ 2 ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിന് ഇന്ററാക്ഷനും ആണ്. അതേപോലെ തന്നെ അനോവ എന്ന് വെച്ചാൽ മൾട്ടി വേരിയറ്റ് വേർഷൻ ആണ്, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇവിടുത്തെ അസംഷൻ പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ് ഒബ്സർവേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതേപോലെ ഹോമോജീനിറ്റി ആണ്, സെയിം ആണ്, ഈക്വൽ വേരിയൻസ് ആയിരിക്കും അക്രോസ് ഗ്രൂപ്പ്സിൽ ഉണ്ടാവുക. ഓക്കെ, അതാണ് ഇവിടുത്തെ അസംഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ പോകാം. അനോവ ഷോർട്ട് കട്ട് മെത്തേഡ് ഇക്വേഷൻ ഉദ്ദേശിക്കുന്ന അനോവ CF എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ കറക്ഷൻ ഫാക്ടർ എന്നാണ്. കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് കറക്ഷൻ ഫാക്ടർ ഈക്വൽ ടു സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ബൈ n. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ എല്ലാ ടോട്ടലും, അതാണ് ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. മനസ്സിലായോ? അതാണ്. അപ്പൊ എന്തായിരുന്നു? CF എന്ന് പറഞ്ഞാൽ കറക്ഷൻ ഫാക്ടർ ആണ്. കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്താ? കറക്ഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ബൈ n ആണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ടോട്ടൽ ആണ്, ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയർ ആണ്, TSS ആണ്. അപ്പൊ ടോട്ടൽ സം ഓഫ് സ്ക്വയർ കാണാനുള്ള ഫോർമുലയാണ് TSS ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് CF ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, അതായത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷന്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? TSS എന്താണ്? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. എങ്ങനെ കാണാം? സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് കറക്ഷൻ ഫാക്ടർ. സിഗ്മ എക്സ് സ്ക്വയർ പറഞ്ഞാൽ എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. തന്നിരിക്കുന്ന
ക്വസ്റ്റ്യനിലോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷന്റെ സ്ക്വയേഴ്സിന്റെ സബാണ് സിഗ്മ എക്സ് സ്ക്വയർ. അപ്പൊ എന്താണ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് TSS. CF എന്താ കറക്ഷൻ ഫാക്ടർ, TSS എന്താ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. അടുത്തതാണ് ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ BSS എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ BSS എന്താണെന്ന് എങ്ങനെയാ മനസ്സിലാക്കാം? സിഗ്മ TI സ്ക്വയർ ബൈ NI മൈനസ് CF. അപ്പൊ നമുക്ക് സിഗ്മ TI എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? ടോട്ടൽ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആണ് ഈ ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ N എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? N എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് ആണ്. അപ്പൊ എന്തൊക്കെയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? BSS എന്തായിരുന്നു? ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ TSS എന്താണ്? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. BSS എന്താണ്? ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള ഫോർമുലയാണ് സിഗ്മ TI സ്ക്വയർ ബൈ NI മൈനസ് CF എന്ന് ഉദ്ദേശിക്കുന്നത്. TI പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് ആണ്, CF എന്ന് പറഞ്ഞാൽ കറക്ഷൻ ഫാക്ടർ ആണ്. അപ്പൊ BSS എന്താണ്? ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, അടുത്ത മനസ്സിലാക്കാൻ WSS ആണ് വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അത് കാണാൻ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് മൈനസ് എന്താണ്? ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്, ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് എന്തായിരുന്നു? വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ്, വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ റീഡ് ചെയ്യുക? വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് മൈനസ് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്. മനസ്സിലായോ? ഇനി അടുത്തതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല. ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ K-1. അതേപോലെ K എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്? വിത്തിൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ N-K. N പറയുമ്പോൾ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ടോട്ടൽ എത്രയാണ്? ഓക്കെ, അപ്പൊ ടോട്ടൽ എങ്ങനെയാണ്? N-1 ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ബിറ്റ്വീൻ ഗ്രൂപ്പ്സിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ DF ഇസ് ഈക്വൽ ടു K-1 ആണ്. വിത്തിൻ ഗ്രൂപ്പ്സിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ N-K ആണ്. ടോട്ടൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ്? N-1 ആണ്. K എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അനോവയുടെ ഫോർമുലയും കാര്യങ്ങളും. അനോവയ്ക്ക് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് കറക്ഷൻ ഫാക്ടർ കാണാം. കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഫോർമുലയാണ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ബൈ N. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഒബ്സർവേഷൻ ആണ്. അടുത്തതാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. TSS ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് CF ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണ്. ഇനി അതേപോലെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ BSS എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു സിഗ്മ TI സ്ക്വയർ ബൈ NI മൈനസ് CF എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആണ്. N പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ ഈച്ച് ഗ്രൂപ്പ് ആണ്. അതേപോലെ തന്നെ വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ WSS ആണ്. അതായത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് മൈനസ് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ എങ്ങനെ ബിറ്റ്വീൻ ഗ്രൂപ്പ്സിൽ കാണുന്ന വെച്ചാൽ K-1. വിത്തിൻ ഗ്രൂപ്പ്സിൽ എങ്ങനെ കാണുന്ന വെച്ചാൽ N-K. ടോട്ടൽ എങ്ങനെ കാണാൻ പറഞ്ഞാൽ N-1, K എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി അനോവയും അനോവന്റെ ഇക്വേഷൻസും കാര്യങ്ങളും. ഓക്കെ, സോ നമുക്ക് അനോവന്റെ പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാം. ആക്ച്വലി അനോവന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് ആണ് നമ്മൾ അനോവ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ മെയിൻ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സിലും വിത്തിൻ ഗ്രൂപ്പ്സിലും എങ്ങനെ കാണുന്നത് വെച്ചാൽ മെയിൻ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഈസ് ഈക്വൽ ടു ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബൈ K-1. K പറഞ്ഞ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. ഇനി വിത്തിൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ മെയിൻ സ്ക്വയേഴ്സ് വിത്തിൻ ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ WSS അതായത് വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ് ബൈ N-K. എന്തൊക്കെയായിരുന്നു? മെയിൻ സ്ക്വയേഴ്സിൽ 2 എണ്ണം ഉണ്ട്. മെയിൻ സ്ക്വയേഴ്സിൽ ഏതൊക്കെ 2 എണ്ണം? ഒന്ന് ബിറ്റ്വീൻ ഗ്രൂപ്പ്സും ഉണ്ട്, ഒന്ന് വിത്തിൻ ഗ്രൂപ്പ്സും ഉണ്ട്. ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് നമ്മൾ എങ്ങനെ കാണാം? മെയിൻ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഈസ് ഈക്വൽ ടു ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബൈ K-1. വിത്തിൻ ഗ്രൂപ്പ്സിൽ എങ്ങനെ ചെയ്യാം? മെയിൻ സ്ക്വയേഴ്സ് വിത്തിൻ ഗ്രൂപ്പ്സിൽ അതായത് വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ് ബൈ N-K. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് എന്താ ചെയ്യാ? നമ്മൾ എഫ് റേഷ്യോ ആണ്. അപ്പൊ എഫ് റേഷ്യോ കാണാനുള്ള ഫോർമുലയാണ് എന്തെന്ന്? MSB ബൈ MSW ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് MSW ഉദ്ദേശിക്കുന്നത് എന്താണ്? മെയിൻ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ബൈ മെയിൻ സ്ക്വയേഴ്സ് വിത്തിൻ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല ഫുള്ളും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ തന്നിരിക്കുന്നത് വെച്ചാല് ഇവിടെ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 3 ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് 3 ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് ആക്ച്വലി നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 3 ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസിന്. ടെസ്റ്റ് സ്കോർ വന്നിട്ട് തന്നിട്ടുണ്ട്. മെത്തേഡ് എയിൽ 70, 70 to 68, മെത്തേഡ് ബിയിൽ 75, 78, 74,
മെത്തേഡ് സിയിൽ 80, 85, 82. അപ്പൊ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദ മീൻ സ്കോർ യൂസിങ് വൺ വേ അനോവ. അതായത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ മീൻ സ്കോറിൽ വൺ വേ അനോവ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതുവരെ എടുത്തത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ റെഡി ആയോ? റെഡി ആയോ സാൻഡ്ര, പ്രിൻസി? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, അസ്ലമയ, അനീഷ, ഭാഗ്യ, പ്രിൻസി, സാൻഡ്ര ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ക്വസ്റ്റ്യന് ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട്. ടെസ്റ്റ് സ്കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. മെത്തേഡ് എ, മെത്തേഡ് ബി, മെത്തേഡ് സി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മെത്തേഡ് എ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ട് നമ്പേഴ്സ്, മെത്തേഡ് ബി തന്നിട്ട് മെത്തേഡ് സി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദ മീൻ സ്കോർ. അപ്പൊ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ഓക്കെ, വൺ വേ അനോവ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ സ്റ്റെപ്പ് 1 പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, മൊത്തം എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 1, 2, 3. അപ്പൊ എന്താണ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്? കെ എന്ന് പറയുന്നത് 3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ പറയാം. നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 9 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാരണം പെർ മെത്തേഡിൽ 3 ആണല്ലോ വന്നിരിക്കുന്നത്. 1, 2, 3 അങ്ങനെ മൊത്തം എത്ര കിട്ടിയിട്ടുണ്ട്? 9 കിട്ടിയിട്ടുണ്ട്. അപ്പൊ കെയും 3യും N 9ഉം. സ്റ്റെപ്പ് 1 മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ടോട്ടല്. ആക്ച്വലി നമുക്ക് എന്തെന്നറിയാം? 3 മെത്തേഡ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാം? മെത്തേഡ് എയും, മെത്തേഡ് ബിയും, മെത്തേഡ് സിയും. അപ്പൊ നമ്മൾ ആദ്യം ഗ്രൂപ്പിൽ ABC എന്ന് എഴുതി. ഇനി സ്കോർ നമ്മൾ ഓരോന്നും എടുത്ത് എഴുതുക. എങ്ങനെ സ്കോർ എഴുതുക? 70, 72, 68, 75, 78, 74, 80, 85, 82. ഇത് ഫുള്ളും എടുത്ത് എഴുതുക സ്കോറിൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടൽ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 210 എങ്ങനെ വന്നെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇതാ 70 പ്ലസ് 72 പ്ലസ് 68. 8 2 എത്രയാണ്? 10. 1 7 7 14 6 20 21. മനസ്സിലായോ? അപ്പൊ 3 കൂടെ കൂട്ടിയപ്പോൾ എത്ര? 210. ഇത് 3 കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 227. ഇത് 3 കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 247. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? സമ്മ്. സോ ഇതിന്റെ ടോട്ടലാണ് 210 പ്ലസ് 227 പ്ലസ് 247. എത്രയാണ്? 7 പ്ലസ് 7 14, 1 2 പ്ലസ് 2 4 2. നമുക്ക് നോക്കുന്നതാണ് 2 പ്ലസ് 1 3 3 പ്ലസ് 4 എത്രയാണ്? 7 8 2 പ്ലസ് 2 4 4 പ്ലസ് 2 6 up 684. ഇത് നമ്മൾ ടോട്ടൽ ചെയ്തു. ഓക്കെ, ഇനി T² ബൈ N ആണ്. അപ്പൊ T² എന്ന് ഉദ്ദേശിച്ചത് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഓരോന്നിനും സ്ക്വയർ കാണാം. എങ്ങനെ കാണാം? 70² പ്ലസ് ഇവിടെ ഇത് എങ്ങനെയാണ് 14,700 വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എങ്ങനെയാണ് 14,700 വന്നെന്ന് വെച്ചാൽ ഇതിന്റെ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. 70ന്റെ സ്ക്വയർ പ്ലസ് 72ന്റെ സ്ക്വയർ പ്ലസ് 68ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 14,700 കിട്ടുക. അപ്പോൾ എത്രയുണ്ട്? ബൈ 3 ഉണ്ട്. അപ്പോൾ ബൈ 3. ഇനി അടുത്ത് എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ചെയ്യുക? 75ന്റെ സ്ക്വയർ പ്ലസ് 78ന്റെ സ്ക്വയർ പ്ലസ് 74ന്റെ സ്ക്വയർ. ഇതൊരു ഡിവൈഡർ ബൈ നമ്മൾ 3 ചെയ്യുക. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റും അതേപോലെ തന്നെ 80ന്റെ സ്ക്വയർ 85ന്റെ സ്ക്വയർ പ്ലസ് 82ന്റെ സ്ക്വയർ ബൈ 3 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,900 5,776 6,860 ഇത്രയും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ സ്റ്റെപ്പ് 2 നമ്മൾ എന്തൊക്കെ ചെയ്തു? അതായത് നമ്മൾ T ചെയ്തു, Tന്റെ ടോട്ടൽ കിട്ടി, T² ബൈ N കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കറക്ഷൻ ഫാക്ടർ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? T² ബൈ N ആണ്. T² പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്? T² ബൈ N എന്ന് പറയുമ്പോൾ എന്താണ്? ഈ T ആണ് എടുക്കേണ്ടത്. 684 സ്ക്വയർ ബൈ N എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 9 ആണ് ടോട്ടൽ. അപ്പോൾ 684 സ്ക്വയർ എത്രയാണ്?
44,66,000 എത്രയാണ്? 6,656 ഓക്കെ. അപ്പോ 4,66,656 എന്ത് ചെയ്യുക നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കറക്ഷൻ ഫാക്ടർ. അപ്പൊ നമുക്ക് എത്ര കിട്ടിയിട്ട് 51,000 എത്ര കിട്ടി? 51,080.67 ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി, കറക്ഷൻ ഫാക്ടർ വരെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് മെത്തേഡ് എയും ബിയും സിയും തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ ഓരോ എൻ്റെയും ബിൻ്റെയും എഴുതി, എ ടോട്ടൽ എഴുതി, ബി ടോട്ടൽ എഴുതി, സി ടോട്ടൽ എഴുതി, അതിന്റെ സ്ക്വയേഴ്സ് നമ്മൾ ഓരോത്തിന്റെ സ്ക്വയേഴ്സ് ചെയ്തു, /3 ഓരോ മെത്തേഡിൽ എത്രയെന്ന് വെച്ച് ചെയ്തു. ഇനി കറക്ഷൻ ഫാക്ടർ എന്നെ കാണാൻ നമ്മുടെ ഫോർമുല T²/n ആണ്. T² 684² ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? TSS ചെയ്യുക. TSS കാണാനുള്ള ഫോർമുല എന്താന്ന് വെച്ചാല് ആക്ച്വലി TSS is equal to sigma x² minus CF ആണ്. സിഗ്മ x² എങ്ങനെ കാണുന്നത് വെച്ചാൽ ഇപ്പൊ ചെയ്ത പോലെ 70² plus 72² plus 68² plus 75² plus 78² plus 74² plus 80² plus 85² plus 82² ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫുള്ളും സ്ക്വയർ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 52,242. ഇനി നമുക്ക് എന്താണ് നമ്മുടെ TCSന്റെ ഫോർമുല എന്താണ്? ആക്ച്വലി ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് സിഗ്മ x² നമുക്ക് കിട്ടി, മൈനസ് എന്താണ്? CF ആണ്. CF എത്ര ഇട്ടിട്ടുണ്ട്? 51,850.67 ചെയ്തപ്പോൾ എത്ര വന്നു? 391.33 വന്നു. മനസ്സിലായോ? ഇതാണ് സ്റ്റെപ്പ് 2. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്റ്റെപ്പ് 1 നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 3, K എന്ന് പറയുന്നത് 3 ആണ്, N പറയുന്നത് 9 ആണ്. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്തൊക്കെ ചെയ്ത? കറക്ഷൻ ഫാക്ടർ കണ്ടോ? കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്താ? ടോട്ടൽ സ്ക്വയർ ബൈ n ആണ്. ഇവിടെ ടോട്ടൽ വേണം, ബൈ n എത്രയാണെന്ന് വേണം. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് പറയുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഫുൾ സ്ക്വയേഴ്സ് വേണം. അതേപോലെ തന്നെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ x² മൈനസ് CF ആണ്. സിഗ്മ x² പറഞ്ഞാൽ ഓരോ എക്സിന് സ്ക്വയർ കാണാം, അതിന്റെ ടോട്ടൽ മൈനസ് CF എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ. ഓക്കെ. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? സ്റ്റെപ്പ് 1 Kയും Nഉം സ്റ്റെപ്പ് 2 CF TSS ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് TSS മാത്രം ചെയ്യാൻ തരും, K മാത്രം ചെയ്യാൻ തരും, N മാത്രം ചെയ്യാൻ തരും, എല്ലാം കൂടെ തരില്ല. PSC എക്സാം ആണല്ലോ. പക്ഷെ എന്താണ് അനോവ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും മനസ്സിലാക്കി വെക്കണം, അതിനെ ഫുള്ളായി എടുക്കണം കേട്ടോ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കണേ. അപ്പം ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്താന്ന് വെച്ചാൽ BSS ആണ്. BSSന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പൊ നമുക്ക് TSS ചെയ്തു, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ചെയ്തു. BS പറഞ്ഞാൽ ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള ഫോർമുല സിഗ്മ T² ബൈ n മൈനസ് കറക്ഷൻ ഫാക്ടർ ആണ്. അപ്പോൾ T² ബൈ n എന്ന് പറയുമ്പോൾ വൃത്തിയായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? T² എത്രയാ? 4,900 പ്ലസ് 5,776.33 6,816.33 മൈനസ് കറക്ഷൻ ഫാക്ടർ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 51,850.67 ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 141.33 കിട്ടി. മനസ്സിലായോ? സ്റ്റെപ്പ് 3 എന്താ? ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, അത് BSS ആണ്. അപ്പൊ BS കാണാനുള്ള ഫോർമുലയാണ് എന്ത്? സിഗ്മ T² ബൈ n മൈനസ് CF. ഓക്കെ. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾറെഡി നമ്മളിവിടെ ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായി ചെയ്തതാണ്. നമ്മൾ ഓരോ മെത്തേഡ് എയും ബിയും സിയും ടോട്ടൽ ചെയ്തു, അത് കഴിഞ്ഞ് ഓരോ സ്ക്വയർ കണ്ടു അല്ലെ? T² ബൈ ഓരോ മെത്തേഡ് എയും ബിന്റെയും സിന്റെയും ചെയ്ത് വെച്ചാണ്. അപ്പൊ അതേ മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്തതാണ്. BSS ഈക്വൽ ടു സിഗ്മ T² ബൈ n മൈനസ് CF. അപ്പൊ നിങ്ങൾക്ക് Nഉം Kയും CFഉം TSSഉം BSSഉം ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഓക്കെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അടുത്തതാണ് BSS കഴിഞ്ഞ WSS. WSSന് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അതായത് ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? BS ആണ് കിട്ടിയത്. അടുത്താണ് വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെ കാണുന്നത് വെച്ചാൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ TSS മൈനസ് BS ആണ്. TSS എന്താ? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് മൈനസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഉടനെ തരം TSS എത്രയും നോക്കാം, എത്ര? 391.33 ആണ്. മൈനസ് BSS പറയുന്നത് എന്താണ്? ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് പറയുന്നത് 141.33 ആണ്. അപ്പൊ 391.33 മൈനസ് 141.33 എത്ര? 250. ഓക്കെ. ഇനി അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ ചെയ്തേ? ഒന്നും കൂടെ മനസ്സിലാക്കിക്കേ. സ്റ്റെപ്പ് 1 K എത്രയാ, N എത്രയാ നോക്കി. K എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയുണ്ട് കോളംസ്, എത്ര ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് നോക്കി. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര ടോട്ടൽ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തു. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ മൊത്തം എത്ര കോളത്തിന്റെ പേരെഴുതി, ഗ്രൂപ്പിന്റെ പേരെഴുതി, സ്കോർ ഏതൊക്കെയാണെന്ന് ഓരോ എയിലും ബിയിലും സിയിലും എഴുതി, അതിന്റെ ടോട്ടൽ ഫുള്ള് മൊത്തം ടോട്ടൽ ചെയ്തു. T² ഓരോടത്തിന്റെ സ്ക്വയർ ചെയ്തിട്ട് ആ ഒരു A കോളത്തിൽ എത്ര നമ്പർ ഉണ്ട് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ T² ബൈ n ഇട്ടു. അതിനുശേഷം കറക്ഷൻ ഫാക്ടർ കാണാൻ ടോട്ടൽ സ്ക്വയർ ബൈ n ആണ്. ഈ ടോട്ടൽ സ്ക്വയർ ബൈ n ടോട്ടൽ ചെയ്തു. TCS കാണാനുള്ള ഫോർമുല
സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സി എഫ് ആണ്. ഓരോണ്ണത്തിന്റെ സ്ക്വയർ നമ്മൾ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്തു. അതിനിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സിൽ ആക്ച്വലി സിഗ്മ ടി സ്ക്വയർ ബൈ എൻ മൈനസ് സി എഫ് ആണ്. സിഗ്മ ടി സ്ക്വയർ ബൈ എൻ മൈനസ് സി എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, ഓരോന്നും ടി സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ എടുത്ത് എഴുതി മൈനസ് സി എഫ് കറക്ഷൻ ഫാക്ടർ ചെയ്തു. ഇനി വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ എന്താ ചെയ്യുക, അതായത് വിത്തിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള ഫോർമുല ടി എസ് എസ് മൈനസ് ബി എസ് എസ് ആണ്. ടി എസ് എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്തത്, പിന്നെ ബി എസ് എസ്. ടി എസ് പറയുമ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്, ബി എസ് പറയുമ്പോൾ ബിറ്റിൻ ഗ്രൂപ്പ് സം ഓഫ് സ്ക്വയേഴ്സ് ചെയ്തു. ഓക്കെ, ഇനി അനോവ ടേബിൾ നമുക്ക് ചെയ്യാം. അനോവ ടേബിൾ നമ്മൾ ചെയ്യുന്ന കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സോഴ്സ് എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, സം ഓഫ് സ്ക്വയേഴ്സ് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. എസ് എസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് എസ് എസ് എന്ന് പറയുമ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഡി എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, എന്താ, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എം എസ് പറയുമ്പോൾ എന്താണ്, മീൻ സ്ക്വയേഴ്സ് ആണ്. അപ്പൊ എസ് എസ് എന്ന് പറയുമ്പോൾ എന്താണ്, സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബിറ്റ്വീൻ എത്രയാണ്, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് എത്ര കിട്ടി, ബി എസ് എസിന്റെ ആൻസർ ആണ് നമുക്ക് ഇവിടെ നോക്കാം, എന്താ 141.33. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, ബി എസ് എസ് ആണ് നമുക്ക് 141.33. ഇനി വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ്, ഡബ്ല്യു എസ് എസ് ആണ് എത്ര കിട്ടിയിരിക്കുന്നത്, 250. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഡബ്ല്യു എസ് എസ് എളുപ്പമുള്ളത്, ബിറ്റ്വീൻ എസ് എസ് പറയുമ്പോൾ ബി എസ് എസ് പറയുമ്പോൾ 141.3, വിത്തിൻ എസ് എസ് പറയുമ്പോൾ ഡബ്ല്യു എസ് എസ് പറയുമ്പോൾ 250. മനസ്സിലായ? അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്തു, ടോട്ടൽ ചെയ്തു, 250 പ്ലസ് 141.33, 391.33. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം, അതായത് നമുക്ക് കാണാനുള്ള ഫോർമുല കെ മൈനസ് 1 ആണ് ഇവിടെ നമ്മൾ കാണേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ, കെ മൈനസ് 1 പറയും, കെ എന്താ എത്ര എന്നറിയാം, 3 മൈനസ് 1 ഈക്വൽ ടു 2 ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് ഇവിടെ എന്താ നമ്മൾ ചെയ്തിരിക്കണേന്ന് അറിയോ, എൻ മൈനസ് കെ ആണ്. എൻ പറയുമ്പോൾ നമുക്കറിയാം 9 ആണ്, കെ പറയുമ്പോൾ എത്രയാണ്, 3 ആണ്. അപ്പൊ 9 മൈനസ് 3 ആണ് 6. ഇനി 2 പ്ലസ് 6 ആണ് ഇവിടെ 8 എന്ന് പറയുന്നത്. മനസ്സിലായോ? 2 പ്ലസ് 6 ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് മീൻ സ്ക്വയേഴ്സ് ആണ് നമ്മൾ ചെയ്യുക. സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ എങ്ങനെ 70.6 എന്നാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. സം ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ്, 141.33 ബൈ 2 ആണ് 70.67. മനസ്സിലായോ? അതേപോലെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, അടുത്തത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സം ഓഫ് സ്ക്വയേഴ്സ് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് കിട്ടിയതാണ് എത്രയാണ്, 250 ആണ്. അപ്പൊ എത്രയാണ്, 250 ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്, 6 ആണ്. അപ്പൊ നമുക്ക് ചെയ്ത് കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ എന്താ മനസ്സിലാക്കുക, നിങ്ങൾ അടുത്തത് എന്താ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എസ് എസ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, 250/6 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 6 4 6 എത്രയാണ്, 24 വരും. 24 എത്രയാണ്, 1. അപ്പോൾ 41.67. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടേബിൾ. അനോവ ടേബിൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോർമാറ്റ് ഒന്ന് നോക്കി വെക്കുക. സോഴ്സ്, സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയേഴ്സ്. മീൻ സ്ക്വയേഴ്സ് കാണാനുള്ള ഫോർമുല സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്, വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ്, ഇതിൻ്റെ എത്രയാണ് കിട്ടിയത് നമ്മൾ മേലെ ചെയ്ത കാൽക്കുലേഷൻ നോക്കിയിട്ട് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞ ഫോർമാറ്റ് ആണ് കേട്ടോ. ഇത് കെ മൈനസ് 1 എത്രയാണ്, കെ പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. എൻ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്, എൻ മൈനസ് കെ. ഇവിടെ എൻ പറയുന്നത് ടോട്ടൽ 9 ആണ്, കെ പറയുന്നത് 3 ആണ്. നമ്മൾ ചെയ്തതാണ്. എം എസ് പറയുമ്പോൾ മീൻ സ്ക്വയേഴ്സ് ആണ്. അതിന് മീൻ സ്ക്വയേഴ്സ് നമുക്ക് എത്ര കിട്ടിയിട്ടാണെന്ന് ഉദ്ദേശിക്കണം. മീൻ സ്ക്വയേഴ്സ് ആണ് എന്താണ്, സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പ് 1 ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, അതായത് സ്റ്റെപ്പ് 1 കെ എൻ, സ്റ്റെപ്പ് 2 ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, സി എഫ് ടി എസ് എസ്, സ്റ്റെപ്പ് 3 ബി എസ് എസ്, സ്റ്റെപ്പ് 4 ഡബ്ല്യു എസ് എസ്, സ്റ്റെപ്പ് 5 അനോവ ടേബിൾ. ഇതെല്ലാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താ നിങ്ങളിവിടെ കൺക്ലൂഷൻ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക, എഫ് റേഷ്യോ ഇല്ലേ, നമ്മൾ ടേബിൾ വാല്യൂവിൽ എഫ് റേഷ്യോ എന്നുള്ള ടേബിളിലായിരിക്കണം നമ്മൾ ഈ 1.70 നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്, 2ഉം കിട്ടിയിട്ടുണ്ട്, 6ഉം കിട്ടിയിട്ടുണ്ട്. അതാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ 2ൽ 6. അപ്പോൾ നിങ്ങൾ ടേബിൾ വാല്യൂ ബുക്ക് ഉണ്ടല്ലോ, ആ ടേബിൾ വാല്യൂ ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ ആ ടേബിൾ വാല്യൂ ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ടേബിൾ വാല്യൂ എന്ന് വെച്ചാൽ ഹെഡിങ് ഇപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് നമ്പർ ഉണ്ടാകും 1 2 3 ആണ്. അയാൾ 2ൽ വന്നിട്ട് ഇവിടെ 1 2 3 4 6 ആണ്. 2ൽ 6ലെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് ആ വാല്യൂ ആണ് 1.70.
5% സിഗ്നിഫിക്കൻസ് ലെവലാണ്. ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 5% സിഗ്നിഫിക്കൻസ് ലെവലാണ് നമ്മളൊരു അസംഷനിൽ എടുക്കണം. അപ്പോൾ എഫ് ക്രിട്ടിക്കൽ ഉദ്ദേശിക്കുന്നത് 5.14 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എഫ് ക്രിട്ടിക്കൽ ഉദ്ദേശിച്ച് 5.14 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് എഫ് കാണാനുള്ള ഫോർമുല MS/B/MS/W ആണ്. എഫ് റേഷ്യോ കാണാൻ അല്ലേ, MS/B/MS/W നമുക്ക് നോക്കാം. ഇതാ അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എഫ് റേഷ്യോ ഈക്വൽ ടു MS/B/MS/W ആണ്. അപ്പോൾ MS/B എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ, അതായത് 70.67 കിട്ടിയിട്ടുണ്ട് അല്ലേ, 70.67 കിട്ടിയിട്ടുണ്ട്. ബൈ MS/W എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്, 41.67 തന്നിട്ടുണ്ട്. 41.67 മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, എഫ് റേഷ്യോ 1.70 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 1.70 1.70 അല്ലല്ലോ, അല്ല, എഫ് റേഷ്യോ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് 5.14 കേട്ടോ. 5.14 കട്ട് ചെയ്തിട്ടാണ് കിട്ടിയത് ഈ 5.14 കേട്ടോ. 5.14 ഓക്കെ. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ നമുക്ക് എന്താണ് ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 70.67 ഡിവൈഡഡ് ബൈ 41.67 നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഓവറോൾ ആയിട്ട് എഫ് റേഷ്യോ നമുക്ക് കിട്ടേണ്ടത് ആൻസർ 5.4 അല്ല 1.7 ആണ് കേട്ടോ. ഓക്കെ, അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് ആൻസർ എന്ന് വെച്ചാൽ 1.70 ആണ്. അത് മനസ്സിലാക്കണം. അതാണ് എഫ് റേഷ്യോ 1.70 ആണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ അപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ എന്താണ്, എഫ് റേഷ്യോ എന്ന് പറയുന്നത് 1.70 ആണ്. എഫ് ടേബിളിൽ എത്ര കിട്ടിയിട്ടുണ്ട്, K-1 2ഉം N-K 6ഉം. അപ്പോൾ ആ 1.70 എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ 2, 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് നോക്കുമ്പോൾ 5% സിഗ്നിഫിക്കൻസ് ലെവലിൽ നോക്കണം. മനസ്സിലായോ? എഫ് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താണ്, മീൻ സ്ക്വയർസ് ബിറ്റ്വീൻ ബൈ മീൻ സ്ക്വയർസ് വിത്തിൻ. അപ്പോൾ നമ്മൾ 70.67 ബൈ 41.67 ചെയ്യുമ്പോൾ 1.70 കിട്ടും. അതാണ് കമ്പയർ ചെയ്യുക എഫ് റേഷ്യോ വിത്ത് ക്രിട്ടിക്കൽ വാല്യൂ എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ 2ഉം 6ഉം. ഇവിടെ 2ഉം 6ഉം തന്നിട്ടുണ്ട്. എന്നിട്ട് 5% സിഗ്നിഫിക്കൻസ് ലെവൽ അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ 5.14 കിട്ടും. അപ്പോൾ നമുക്ക് എന്തെന്നറിയാം, നമ്മൾ കാൽക്കുലേറ്റർ വാല്യൂ എന്ന് പറയുമ്പോൾ 1.70 ആണ്. ടേബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, 5.14 ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പോത്തീസിസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അക്സെപ്റ്റ് ചെയ്യണം ഹൈപ്പോത്തീസിസിനെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് മെത്തേഡ്സ്. അപ്പോൾ ഒരു മെത്തേഡ്സും ഇല്ല എന്ന് കൺക്ലൂഡ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? അനോവ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, സോഴ്സ് സം ഓഫ് സ്ക്വയർസ് ഡിഗ്രി ഓഫ് ഫ്രീഡം മീൻ സ്ക്വയർസ് ആണ്. സോഴ്സിൽ ബിറ്റ്വീൻ എടുത്ത് എഴുതുക, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയർസ് വിത്തിൻ സം ഓഫ് സ്ക്വയർസ് എഴുതുക, ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 N-K എഴുതുക. ഇത് ടോട്ടൽ ചെയ്യുക സം ഓഫ് സ്ക്വയർസ്, ഇത് ടോട്ടൽ ചെയ്യുക ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ മീൻ സ്ക്വയർസ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം, മീൻ സ്ക്വയർസ് ആക്ച്വലി SS/DF നമ്മൾ സം ഓഫ് സ്ക്വയർസ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്തു. എന്നിട്ട് എഫ് റേഷ്യോ കാണാനുള്ള ഫോർമുല മീൻ സ്ക്വയർസ് ബിറ്റ്വീൻ ബൈ മീൻ സ്ക്വയർസ് വിത്തിൻ നമ്മൾ ചെയ്തു. അതാണ് നമ്മുടെ എഫ് റേഷ്യോ. എന്നിട്ട് എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഈ 2, 6 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, നമുക്ക് ടേബിൾ വാല്യൂ കിട്ടുക. അപ്പോൾ ടേബിൾ വാല്യൂ ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ, അതായത് 5.14 ആണ്. എന്നിട്ട് കാൽക്കുലേറ്റർ വാല്യൂ നമുക്ക് 1.7, ടേബിൾ വാല്യൂ 5.14. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 1.70 ആണ്. നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്, 5.14 ആണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്തു. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും അന്നേരം ലെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തീസിസ് നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അപ്പോൾ ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അനോവയാണ്. അനോവയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ കമ്പയർ ചെയ്യുക മൾട്ടിപ്പിൾ ഗ്രൂപ്പിലുള്ള മെയിൻ എന്നാണ്. ആക്ച്വലി അനോവ കമ്പയർ ചെയ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ സി ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് അനോവ ഈസ് ബേസ്ഡ് ഓൺ ദ റേഷ്യോ. അനോവ ഏത് റേഷ്യോ ആണ്, മീൻ ടു വേരിയൻസ് ആണോ, ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയൻസ് ടു വിത്തിൻ ഗ്രൂപ്പ്സ് ആണോ, മീഡിയൻ ടു മീൻ ആണോ, സാമ്പിൾ സൈസ് ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, ബിറ്റ്വീൻ ഗ്രൂപ്പ് വേരിയൻസ് ടു വിത്തിൻ ഗ്രൂപ്പ് വേരിയൻസ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് ആണ് വാട്ട് ഡസ് സിഗ്നിഫിക്കൻറ്റ് എഫ് വാല്യൂ ഇൻ അനോവ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഓൾ ഗ്രൂപ്പ് മീൻസ് ആർ ഈക്വൽ അറ്റ്ലീസ്റ്റ് വൺ ഗ്രൂപ്പ് മീൻ ഈസ് ഡിഫറെൻറ്റ്. സോ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പം ബി ആണ് കാരണം. പിന്നെ അടുത്ത വേരിയൻസ് ആർ ഈക്വൽ ഓൾ ഒബ്സർവേഷൻ ഇൻഡിപെൻഡന്റ് തന്നിട്ട് ബി ആണ് ആൻസർ. ഒരു എഫ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പോസിസിനെ റിജക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈക്വൽ ആണെന്നുള്ളത് എന്താണ് റിജക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് വൺ വേ അനോവയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതാണ് അസ്യൂം ചെയ്യുക. അവിടെ എന്താ അസ്യൂം ചെയ്യുക? ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആണ് അസ്യൂം ചെയ്യുക. പിന്നെ ഈക്വൽ മീഡിയന് മൾട്ടി കോലാറ്റി കോലേഷൻ അതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. അനോവ അസ്യൂം ചെയ്യുന്നത് ഈക്വൽ വേരിയൻസ് ആണ് ഗ്രൂപ്പ്സിൽ. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ വിത്തിൻ ഗ്രൂപ്പ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ n-k ആണ്. ഓക്കെ, ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് നമുക്കറിയാം എന്താണ് ഇവിടെ പഠിപ്പിച്ചതെന്നാണ് ഞാൻ വൃത്തിയായിട്ട്. ഇവിടെ എന്താണ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ k-1 ആണ്, വിത്തിൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ n-k ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം വിത്തിൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ n-k ആണ്. n പറഞ്ഞ എന്താ ടോട്ടൽ ഒബ്സർവേഷൻ ആണ്, k പറഞ്ഞ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ സി ആണ്, n-k. ഓക്കെ, ഇനി അടുത്തതാണ് വാട്ട് ടൈപ്പ് ഓഫ് വേരിയബിൾ ഈസ് യൂസ്ഡ് ആസ് ഡിഫറെന്റ് വേരിയബിൾ ഇൻ അനോവ. ഏത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് ഡിഫറെന്റ് വേരിയബിളിൽ നമ്മൾ അനോവയിൽ വന്നിട്ട് യൂസ് ചെയ്യുക? ഏതാണ്? നോമിനൽ, ഓർഡിനൽ, ഇന്റർവെല്, കാറ്റഗറിക്കൽ. നമുക്കറിയാം എന്താണ് ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോയുടെ, കാരണം ഡിഫറെന്റ് വേരിയബിൾ എപ്പോഴും എന്താണ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ യൂസ്ഡ് ഇൻ അനോവ എന്ന് പറയുന്നത് സിമെട്രിക്കൽ, നോർമൽ, പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് സ്ക്യൂഡ് ആണ്, കാരണം സ്മോൾ സാമ്പിൾ സൈസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് അനോവ നല്ല സിഗ്നിഫിക്കന്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യണത്? പക്ഷെ അവിടെ ഒരു എവിഡൻസ് ഇല്ല എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം നമുക്ക് എന്താണ് റിജക്ട് ചെയ്യണം, ഫെയിൽ ടു റിജക്ട് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫെയിൽ ടു റിജക്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം നൾ ഹൈപ്പോത്തിസിസിനെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത ക്ലാസ് PPS സാമ്പിളിംഗ്, അതേപോലെ തന്നെ നെക്സ്റ്റ് റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻസ്, നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അനോവ. ഓക്കെ, അത് ക്ലിയർ ആയോ? അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അഞ്ജന, ഭാഗ്യ, സാൻഡ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ സൺഡേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ വീക്കിലെടുത്ത മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ക്ലാസ്സുകളായിരിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വരിക. സോ മൺഡേ ടു ഫ്രൈഡേ ഉള്ള ക്ലാസ് നന്നായി പഠിക്കുക. പിന്നെ കറക്റ്റായിട്ട് തന്നെ മൺഡേ 7:30 നിങ്ങൾ ക്ലാസ്സിലോട്ട് വരിക. അപ്പം മൺഡേ ഇനിയിപ്പോൾ വിഷുവിൻ്റെ എന്തെങ്കിലും ലീവ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്യൂസ്ഡേ തൊട്ടായിരിക്കും. അപ്പം അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായി ക്ലാസ്സിൽ കയറുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. സ്റ്റഡി വെൽ ആൻഡ് വർക്ക്ഔട്ട് ഓൾ ദ പ്രോബ്ലംസ്. ഓക്കെ, സോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഒന്ന് സ്പീഡപ്പ് ആകും. ഓക്കെ, നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. അതേപോലെ തന്നെ എന്തെങ്കിലും ഗ്രൂപ്പിന്റെ കാര്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാത്തത് കൊണ്ടാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ കിട്ടാത്തത്. അപ്പോൾ ഫീഡ്ബാക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ആ നമ്പറിലോട്ട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ഷിഫീന, ശരണ്യ, അസ്ലമിയ, പ്രവിത, സാൻഡ്ര, ഭാഗ്യ, അഞ്ജന, അനീഷ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ.